شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا إن من أزواجكم وأولادكم عدوا لكم فاحذروهم وإن تعفوا وتصفحوا وتغفروا فإن الله غفور رحيم قال الله عز وجل كل مولود يولد على الفطرة فأبواه يوهدانه وينصرانه ويمجسانه قال رسول الله كخير من دفنت بالقاء عظمه فطاب من طيبهن الكاه واللكم نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم أنت النبي الذي ترجى شفاعته عند الصراط إذا ما زلت القدم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم جل مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم محمد سيد الكونين والثقلين والفريقين من عرب ومن عجم مولاي ومبلغ العلم فيه أنه بشر وأنه خير خلق الله كلهم وركجل مولاي سلم دائما أبدا على حبيبك خير الخلق كلهم ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ നമ്മുടെ മഹത്താ പരിപാടിയുടെ പ്രാരംഭത്തിൽ പ്രൗഢമായ നിലക്ക് സ്വാഗതം പറഞ്ഞ നമ്മുടെ നാടിൻ്റെ ആദരണീയരായ മുദരിസും ഖത്തീബുമായിട്ടുള്ള ബഹുമാനപ്പെട്ട മാനി ഉസ്താദ് നമുക്ക് വേണ്ടി ഭക്തിപരമായ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി വളരെയധികം ഘനപ്പെട്ട പ്രൗഢമായ ഉപദേശം നൽകിയ ഉന്നരായ പ്രഗത്ഭ പണ്ഡിതനും സൂഫിവര്യനും ഒരുപാട് പണ്ഡിതന്മാരുടെ മഹാനരായ ഗുരുവുമായിട്ടുള്ള ബഹുമാനപ്പെട്ട മജീദ് ഫൈസി ഉസ്താദ് പൊയ്യത്തവയിലെ മുദരിസ് നമ്മുടെ മഹത്താവേദിയിലെ ധന്യ സാന്നിധ്യം ഉറൂസ് കമ്മിറ്റിയുടെ ആദരണീയനായ ചെയർമാൻ ബഹുമാനപ്പെട്ട FM മുഹമ്മദ് കുഞ്ഞി സാഹിബ്, ആദരണീയരായ നമ്മുടെ ജമാഅത്തിന്റെ കരുത്തരായ പ്രസിഡന്റ് പ്രിയപ്പെട്ട ബി മുഹമ്മദ് കുഞ്ഞി ഹാജി സാഹിബ്, പ്രിയപ്പെട്ട ജമാഅത്തിന്റെ സെക്രട്ടറി മൊയ്തീൻ കുഞ്ഞി ഹാജി സാഹിബ്, നമ്മുടെ ഇന്നത്തെ വേദിയിലെ ഗസ്റ്റ് പ്രിയപ്പെട്ട അബ്ദുള്ള മുസ്ലിയാർ കോളിയോ, ഏറെ വേണ്ടപ്പെട്ടവരായിട്ടുള്ള പ്രിയപ്പെട്ട ഹമീദാജി പരപ്പാടി എന്നീ പരിപാടിയിലേക്ക് സ്നേഹപുരസരം ക്ഷണിച്ച എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട പള്ളിക്കുഞ്ഞി സാഹിബ്, മറ്റു വേദിയിലും സദസ്സിലും ഇരിക്കുന്ന നേതാക്കളെ, രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി യുവജന സഹോദരങ്ങളെ, പരിപാടി ശ്രദ്ധിക്കുന്ന ഉമ്മമാരെ, സഹോദരിമാരെ, ബഹുമാനികൾ, അല്ലാഹു റബ്ബുൽ തആല നമ്മുടെ ഈ ഒത്തുകൂടൽ അവൻ പൊരുത്തപ്പെട്ടവരമല്ലായി കബൂല് ചെയ്യട്ടെ. ഇവിടെ മറപെട്ട് കിടക്കുന്ന മഹാനരുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ സകല മുറാദുകളും ഹാസിലാക്കി തന്ന് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ആമീൻ ചൊല്ലണോ? നിങ്ങൾക്ക് ആകെയുള്ള പ്രതീക്ഷ
ദുആ മാത്രമാണ് ഞങ്ങളെ വേദനക്കാലും വലിയ കാര്യവും ഗൗരവമുള്ളത്. സത്യം പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നു ദുആയാണ്. ഇജാബത്തുള്ള മുബാറക്കായ മജ്ലിസാണ്, മുഅ്മിനീങ്ങൾ കൂടിയ മജ്ലിസ്. മലായികത്തീങ്ങളുടെ സാന്നിധ്യം കൊണ്ടും ആഗമനം കൊണ്ടും ധന്യമാക്കപ്പെട്ട അനുഗ്രഹീതമായ സദസ്സാണ് ഇൽമിന്റെ മജ്ലിസ്. അതും അല്ലാഹുവിന്റെ വലിയന്റെ പേരിൽ സംഘടിപ്പിച്ച മഹത്തായ മജ്ലിസിൽ എന്തായാലും ഉത്തരമുണ്ട് എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് നിങ്ങളാരും ആമീൻ പറയാൻ മടി കാണിക്കേണ്ടതില്ല. ഉസ്താദേ ഞങ്ങൾ മെല്ലെ ചെല്ലുന്നു എന്ന് പറഞ്ഞിട്ട് സിമ്പിളാക്കണമെന്നില്ല. കുറച്ചൊക്കെ നല്ല റാഹത്തിൽ, നല്ല ജിഗറിൽ, മനസ്സ് തുറന്ന് കൽബ് തുറന്ന് ആമീൻ പറയുക. അള്ളാഹു നമ്മുടെ ദുആ കബൂലാക്കട്ടെ. അവൻ പൊരുത്തപ്പെട്ട അടിമകളിൽ അള്ളാഹു നമ്മെ പെടുത്തട്ട്. ഒരുപാട് രോഗങ്ങളുടെ, പ്രയാസങ്ങളുടെ, ബുദ്ധിമുട്ടുകളുടെ, വിഷമങ്ങളുടെ കാര്യം പറഞ്ഞ് ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് പറഞ്ഞ അനേകമായിരം ആളുകളുണ്ട്. അള്ളാഹു താല അവരുടെയും നമ്മുടെയും പ്രയാസങ്ങളൊക്കെ മാറ്റിത്തരട്ടെ. പരിപൂർണ ആഫിയത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ നിലക്കുള്ള വിഷമങ്ങൾ നീക്കി അള്ളാഹു സന്തോഷം നൽകട്ടെ. ഇസ്സത്തുള്ള ജീവിതം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈമാനും ഹിദായത്തും ഇൽമുൻ നാഫിയും നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും അള്ളാഹു നന്നാക്കി തരട്ടെ. ഞങ്ങളുടെ നാട്ടിലുള്ള പള്ളി മദ്രസകൾ, ദീനി സ്ഥാപനങ്ങൾ, ഇതുപോലെയുള്ള നൽകാര്യങ്ങൾ അള്ളാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരട്ടെ. എല്ലാത്തിനേക്കാളുപരി ചരിത്രമുറങ്ങുന്ന മഹാനരായ വലിയുള്ളാഹി തങ്ങളുടെ പേരിൽ നടത്തപ്പെടുന്ന മഹത്തായ ഈ ഉറൂസ് പരിപാടിക്ക് വേണ്ടി കുമ്പള ആരിക്കാടി കടവത്തിന്റെ പരിശുദ്ധമായ മണ്ണിലുറങ്ങുന്ന മഹാനരായ വലിയുള്ളാഹി തങ്ങളുടെ പേരിൽ നടത്തപ്പെടുന്ന മഹത്തായ ഈ ആത്മീയ സംഗമത്തിനു വേണ്ടി നാളേറെയായി കട്ടപ്പെട്ടവരുണ്ട്, അധ്വാനിച്ചവരുണ്ട്, സഹായിച്ചവരുണ്ട്, സഹകരിച്ചവരുണ്ട്, നാട്ടുകാരുണ്ട്, മറുനാട്ടുകാരുണ്ട്, പ്രവാസികളുണ്ട്. എല്ലാത്തിനേക്കാളുപരി നമ്മുടെ ബഹുമാനപ്പെട്ട ജമാഅത്ത് കമ്മിറ്റി നേതാക്കന്മാരുണ്ട്, പ്രിയപ്പെട്ട ഉറൂസ് കമ്മിറ്റി അംഗങ്ങളുണ്ട്. എല്ലാം മറന്ന് ഇതിനു വേണ്ടി രംഗത്തിറങ്ങി പ്രവർത്തിക്കുന്ന ഏറെ വേണ്ടപ്പെട്ട പിരിശപ്പെട്ട നമ്മുടെ ബാല്യക്കാരുണ്ട്. വരുന്നവർക്കും പോകുന്നവർക്കൊക്കെ ദാഹശമരി ഒരുക്കിയ, വെള്ളവും മധുരപ്പാനവും ഒരുക്കിയ നമ്മുടെ ക്ലബിന്റെ മെമ്പർമാരുണ്ട്. എല്ലാവർക്കും അള്ളാഹു സന്തോഷവും റാഹത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരെയും ഞങ്ങളെയും അള്ളാഹു സന്തോഷത്തിലാക്കി അനുഗ്രഹിക്കട്ടെ. ഈമാനോടുകൂടി അള്ളാഹു നമ്മെ മരിപ്പിക്കട്ടെ. മരിക്കുന്നത് വരെ അള്ളാഹു ഞങ്ങളെ തടിക്ക് പൂർണ്ണ ആരോഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. മരണപ്പെടുന്നത് വരെ, കണ്ണടക്കുന്നത് വരെ അള്ളാഹു ഞങ്ങളെ ഒരാൾക്കും ഭാരമാക്കാതിരിക്കട്ടെ, വെടിച്ചലാക്കാതിരിക്കട്ടെ. അള്ളാഹു കണ്ണടക്കുന്നത് വരെ ഇൽമുൻ നാഫിന്റെ ഖിദ്മത്തിന്, അത് ജീവിതത്തിൽ പഠിക്കാനും പകർത്താനും പറഞ്ഞു കൊടുക്കാനുമുള്ള വലിയ തൗഫീഖ് നൽകി സാധുക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. ബഹുമാനികളെ, സമയം 10 മണിയാവാറായി. ഒരു 11 മണിയാവുമ്പോൾ നിർത്തേണ്ടി വരും. കാരണം ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ, നമ്മളേറെ കാത്തിരിക്കുന്ന സയ്യിദ് കുടുംബത്തിലെ മഹാനരായ കണ്ണി സയ്യിദ് സീനുദ്ദീൻ അൽ ബുഖാരി കൂരിക്കുഴി തങ്ങളവറുകൾ ഇവിടെ എത്തും. അതിൻ്റെ ഇടയിൽ ഒരു കുറച്ചു നേരം നിങ്ങളുമായിട്ട് വിഷയസംബന്ധമായി ചില കാര്യങ്ങൾ ഉണർത്താൻ ഉദ്ദേശിക്കുകയാണ്. ആമുഖമൊന്നും ആവശ്യമില്ല. അള്ളാഹിന്റെ ഭാരമായ അനുഗ്രഹം കൊണ്ട് അവനേറെ ഇഷ്ടപ്പെട്ട് ആദരിച്ച, അനവധി കശ്മ കൊണ്ട് കറാമത്ത് കൊണ്ടറിയപ്പെട്ട, നമ്മുടെ നാടിന്റെ വെളിച്ചമായി ബർക്കത്തായി അന്തിയുറങ്ങുന്ന മഹാനരായ വലിയുള്ളാഹി തങ്ങൾ പേരിൽ നടത്തപ്പെടുന്ന മഹത്തായ മജ്ലിസ്, അതും ഇൽമിന്റെ മജ്ലിസ്. ഇൽമിന്റെ മജ്ലിസ് എന്ന് പറഞ്ഞാൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണാം, ആയിഷ റളിയല്ലാഹു തആല അൻഹയെ തൊട്ട് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ കാണാം, 1 മണിക്കൂർ ഇൽമുമായി ബന്ധപ്പെടല് രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കുന്നതിനേക്കാളേറെ കൂലിയുള്ള വിഷയമാണ്. ഈ ഇരുത്തം ചെറുതല്ല, ഈ 1 മണിക്കൂറിന്റെ അധ്വാനം ചെറുതല്ല. ഇൽമ കേൾക്കണം, ഇൽമ പഠിക്കണം, ഇൽമറിയണം, ഇൽമിന്റെ സദസ്സിലെത്തണമെന്ന് കരുതിയിട്ട് ഇവിടെ എത്തിയിട്ടുള്ള ഉമ്മമാർ, സഹോദരിമാർ, നല്ലവരായ സഹോദരങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് കേവലം ഒരു മാമൂല് പരിപാടിയല്ല. ഇതെങ്ങനെങ്കിലും ഒരു നേർച്ച വീട്ടിൽ നടത്തുന്ന ഒരു പരിപാടിയല്ല. 5 കൊല്ലത്തിലേക്ക് നടക്കുന്നതല്ലേ, ഈ കൊല്ലം നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആട്ടിപ്പായിക്കുന്ന വിഷയമല്ല. ഇതല്ലാന്റെ നമ്മുടെ പരലോകത്തേക്ക് നാളെ ആഖിറത്തിൽ അല്ലാഹു ഏറെ കൂലി നൽകണമെന്ന് ആഗ്രഹിച്ച് അവന് വേണ്ടി മാത്രം ചെയ്യുന്ന ഏറ്റവും ഘനപ്പെട്ട ഇബാദത്താണ്, ഏറ്റവും വലിയ അമല, ഏറ്റവും വലിയ സൽക്കർമ്മമാണ്. ഈ 1 മണിക്കൂറിന്റെ ഇരുത്തത്തെ കുറിച്ച് ഇൽമുമായി ബന്ധപ്പെട്ട് ഇൽമു പറഞ്ഞിട്ടും ഇൽമു പഠിപ്പിച്ചിട്ടും ഇൽമു കേട്ടിട്ടും 1 മണിക്കൂർ നീ അങ്ങ് ഇൽമിന്റെ മജ്ലിസിലിരിക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നീ ചെലവഴിക്കുന്ന 1 മണിക്കൂർ മുസ്തഫ നബി തങ്ങൾ പറയുകയാ, അത് രാത്രി നിന്ന് നിസ്കരിക്കുന്നതിനേക്കാളേറെ
അല്ലാഹുവിന്റെ അടുക്കൽ കൂലിയുള്ള അമലാണ്, ഇഷ്ടപ്പെട്ട അമലാണ്, ശ്രേഷ്ഠമായ കർമ്മമാണ്. അതുകൊണ്ട് നല്ലവരായ നിങ്ങളോട് പറയട്ടെ, ഏറെ പിരിശപ്പെട്ട മുഅ്മിനീങ്ങളോട് പറയട്ടെ, ഈ ഇരുത്തം ഇത് അല്ലാഹ്ക്ക് വേണ്ടിയാകണം. ഇത് ചന്തം നോക്കാൻ വേണ്ടിയാകരുത്. ഇത് കുറച്ചു നേരം കേട്ടിട്ട് പോകാ എന്ന നിയ്യത്തിൽ വന്നിട്ടിരിക്കരുത്. ഇത് എങ്ങനുണ്ടോ എന്ന് നോക്കിയിട്ട് മാർക്കിടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാകരുത്. ഇത് അല്ലാഹ്ക്ക് വേണ്ടിയാകണം. അല്ലെങ്കിലും ഞങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും വയലായാലും വയൽ പറയലായാലും പറയിപ്പിക്കലായാലും വയൽ കേക്കലായാലും നിസ്കാരമായാലും ദാനധർമ്മങ്ങളായാലും എന്തിനേറെ പറയണം, ഞങ്ങളെ ജീവിതമാസകലം ഞങ്ങളെ മരണവും എല്ലാം അല്ലാഹ്ക്കാണ്. അല്ലാഹ്ക്കല്ലാതെ ഞങ്ങളൊന്നും ചെയ്യുന്നില്ല. എല്ലാം അല്ലാഹ്ക്ക്. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചോടത്തോളം, മുഅ്മിനീങ്ങളായ ഞങ്ങളെ സംബന്ധിച്ചോടത്തോളം ഞങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അല്ലാഹ്ക്കാണ്. അതാണ് ഞാനും നിങ്ങളും എപ്പോഴും അല്ലാഹുവിന്റെ മുമ്പിൽ കൽബ് തുറന്നിട്ട് പറയുന്നത്. എപ്പോഴും മനസ്സ് തുറന്നിട്ട് അല്ലാഹുവിന്റെ മുമ്പിൽ ഞാനും നിങ്ങളും പറയുന്നൊരു സത്യവാചകമുണ്ട്, ഒരു ദൃഢപ്രതിജ്ഞവാചകമുണ്ട്, ഒരു കാര്യമായ ഒരു വാക്കുണ്ട്. എന്തറിയുമോ? ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ ലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാരും ഓതുന്നില്ലേ? നിങ്ങളുടെ കൂടെ ഇല്ലേന്ന് നിങ്ങളോട് തലെല്ലാം ആട്ടിയിട്ട് എന്റെ കൂടെ തന്നെ പോണാവല്ലേ? ഇങ്ങനെ ബായി വളർന്നിട്ട് കേൾക്കാൻ ഓന്റെ പാട്ടൊന്നും അല്ല. എന്റെ കൂടെ തന്നെ പോണം. ഇൽമ് കേൾക്കുക മാത്രമല്ല, കേൾക്കണോ, പഠിക്കണോ, ഞാനും നിങ്ങളും ജീവിതത്തിൽ പകർത്തണോ, മറ്റുള്ളവർക്ക് പറഞ്ഞോളൂ. വയലിന് വരാത്ത കുറെ ഉണ്ടാവില്ല. എല്ലാവർക്കും വയലിന് വരാനുള്ള യോഗം ഉണ്ടാവില്ല. കാരണം മനസ്സുണ്ടായത് കൊണ്ട്, ആരോഗ്യം ഉണ്ടായത് കൊണ്ട്, അവിടെ റോഡ് സൈഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുന്നത് കൊണ്ട് ഒരാൾക്ക് ഇവിടെ ഇരിക്കാനുള്ള തൗഫീഖ് കിട്ടിക്കൊള്ളുന്നില്ല. കാരണം ഇത് ഏറ്റവും വലിയ കർമ്മമായതുകൊണ്ട്, അമലായതുകൊണ്ട് ഇവിടെ ഇരിക്കാൻ അതിന് മേലായ റബ്ബിന്റെ തൗഫീഖ് വേണം. ഇപ്പൊ എല്ലാവർക്കും ചാടിക്കേറിയിട്ട് വരാൻ പറ്റിയ പരിപാടിയൊന്നുമല്ല. ഇപ്പൊ എല്ലാവരും വന്നിട്ടില്ല. ഇതിന്റെ 10 ഇരട്ടി ആള് പുറത്തുണ്ടെന്ന് ഒരാൾ എന്നോട് പറഞ്ഞു. 10 അല്ല 20 ഇരട്ടി ഇരിക്കട്ടെ, നമുക്കെന്ത് പേര് ബേജാർ? ചട്ടിക്കില്ലാത്ത ചൂട് നമുക്കെന്തിന്? എല്ലാവരും കയറി വരാൻ. ഇത് ഇൽമിന്റെ മജ്‌ലിസ് അല്ലേ? ഇത് ഫെഡ്ലൈറ്റ് മാച്ച് അല്ല, ഇത് ഡേ നൈറ്റ് മാച്ച് അല്ല, ഇത് കബഡി ടൂർണമെന്റ് അല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ എല്ലാവരും ഉണ്ടാവും. അതിന് പിന്നെ ഇത്ര വലിയ കഷ്ടപ്പെടണമെന്നൊന്നുമില്ല. വോളണ്ടിയർമാർ ബാഡ്ജ് കുത്തി നിൽക്കേണ്ട ആവശ്യമില്ല. വയസ്സന്മാർ വരെ ഫ്രണ്ടിൽ വന്ന് കുത്തിരിക്കും. പിന്നെ എല്ലായിടത്തും അങ്ങനല്ല. ഇൽമിന്റെ മജ്‌ലിസ് ആകുമ്പോ അതിന് മേലായ റബ്ബിന്റെ ഉദവി നൽകപ്പെട്ടവർ മാത്രമേ വരികയുള്ളൂ. മേലായ റബ്ബിന്റെ ഘനപ്പെട്ട തൗഫീഖ് ലഭിച്ചവർക്ക് മാത്രമേ ഭാഗ്യമുണ്ടാവുകയുള്ളൂ. കാരണം ഇത് സ്വർഗത്തിന്റെ തോപ്പാണ്. ഇത് മലായികത്തീങ്ങളെ സംഗമ സ്ഥലമാണ്. ഇത് അല്ലാഹുവിന്റെ മഹാന്മാർ കണ്ടുകൊണ്ടിരിക്കുന്ന പിന്നെ സദസ്സാണ്. ആ കിടക്കുന്ന മഹാനരെ ഞങ്ങൾ അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും ഞങ്ങളെ എല്ലാം അവര് കാണുന്നുണ്ട്. പരിശുദ്ധ ഖുർആനാണ്. നിങ്ങൾ ഇരുന്ന് കിട്ടാൻ വേണ്ടിയിട്ട് പൊലിപ്പിച്ചു പറയുന്നതല്ല, അല്ലെങ്കിൽ അവരെ മേലില്ലാത്തത് അവർക്കങ്ങ് വിട്ട് പിന്നെ വെച്ച് ചാർത്തി കൊടുക്കുന്നതുമല്ല. ഖുർആനാണ്. കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങള് കൽഭാഗമെന്നോവർ. അത് മാലയാണിത്യമ പാടുന്നുണ്ടെങ്കിലും സത്യം പറയട്ടെ, അതിന്റെ ആശയം ഖുർആനാണ്. വഖുൽ അമലൂ വഖുൽ അമലൂ ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു വൽ മുഅ്മിനൂൻ. അമലൂ യഅമലൂ, നിങ്ങൾ അമൽ ചെയ്യണേ, നിങ്ങളെ കർമ്മനിരതരാകണേ, നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യണേ, ഇതുപോലെയുള്ള പരിപാടികളിൽ ഇരിക്കണേ. എന്തിന്? ഫസയറല്ലാഹു അമലക്കോ. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന സകലമായ പ്രവർത്തനങ്ങളും അല്ലാഹ് കാണുന്നുണ്ട്, എല്ലാം അല്ലാഹ് വീക്ഷിക്കുന്നുണ്ട്. അല്ലാഹ്ക്കൊരു മറയില്ല, തടയില്ല. അവന് കാണുന്നതിന്റെ ഇടയില്, ഞങ്ങളെ ഈ ഇരുത്തത്തിന്റെ ഇടയില്, ഞങ്ങളെ പ്രവർത്തനങ്ങൾക്കിടയില് റബ്ബിന്റെ ഇടയില് ഒരു മറയില്ല. ഒരു തുറന്ന പുസ്തകം പോലെ അതിനേക്കാളും വളരെയേറെ ക്ലാരിറ്റിയിലായി, ഭംഗിയിലായി, സ്പഷ്ടമായി മേലായ റബ്ബ് കാണുന്നുണ്ട്. ആ ബോധം നമുക്ക് എപ്പോഴും വേണം. ഏതെങ്കിലും ഒരു ഡ്രസ്സിന്റെ വീടേക്ക് കയറിയെങ്കിൽ, ഏതെങ്കിലും ഒരു അങ്ങാടിയിൽ കയറിയെങ്കിൽ, CC ക്യാമറ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു വസ്ത്രം കെക്കുമ്പോ, ഏതെങ്കിലും ഒരു മൊബൈലിന്റെ കവർ കെക്കുമ്പോ നല്ല പോലെ ഓർമ്മ വേണം. CC ക്യാമറ ഇരിക്കട്ടെ ഇല്ലാണ്ടിരിക്കട്ടെ, മേലായ റബ്ബിന്റെ ക്യാമറയുണ്ട്.
അത് വെട്ടിച്ചു പോകാൻ ലോകത്ത് ഒരാൾക്കും സാധ്യമല്ല. അല്ല കാണുന്നു, ഞങ്ങളെ എല്ലാം അല്ല കാണുന്നു. സൗണ്ടല്ല, റാഹത്തല്ലേ, എന്ത് മുണ്ടിരുണ്ട്. അയാൾ എത്ര കഷ്ടപ്പെട്ടിട്ട് ചന്താക്കിന്. അള്ളാഹു ഖൈർ നൽകട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അദ്ദേഹത്തിന്റെ ജോലിയിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഞങ്ങൾ ഈ പരിപാടി ലൈവായിട്ടും മറ്റൊക്കെ ഒരു ദഅവത്തിന്റെ ഭാഗമായി ലോകത്തിന്റെ മുക്കുമൂലകളിലേക്ക് വളരെ ഭംഗിയായി നല്ല ക്ലാരിറ്റിയോടെ ലൈവായി എത്തിച്ചു കൊടുക്കുന്ന ഞങ്ങളെ ലൈവിന്റെ ആൾക്കാർ. അർസാൽ ആരിത് അല്ലേ അല്ലേ ആരി ഇത് മീഡിയം ഞാൻ അറിയില്ല. ആരുവാട്ട് നമ്മളതല്ല കേട്ടോ. ഞങ്ങൾ വിചാരിച്ചോണ്ട് ഇയാൾക്ക് ഇഷ്ടം പോലെ പൈസ, നമുക്ക് അങ്ങനെ ഇഷ്ടം പോലെ പൈസ കിട്ടിയിട്ടില്ല, ആരും തന്നിട്ടില്ല. ഇന്ന് വയൽ കഴിഞ്ഞിട്ട് പോകുമ്പോൾ നിങ്ങൾ തന്നെങ്കിലായി, ഇന്നോളം കിട്ടിയിട്ടില്ല. ഏതായാലും ഞങ്ങളെ വയലും കാര്യങ്ങളും അല്ലാഹു പൈസക്കാക്കാതിരിക്കട്ടെ. ആമീൻ ചൊല്ലിറ്റേന്ന്. അല്ലാഹു ഞങ്ങൾക്ക് ഇഖ്ലാസ് നൽകട്ടെ. ഞങ്ങളെ ഇൽമു കൊണ്ട് അല്ലാഹു ഞങ്ങൾക്ക് ഉപകാരപ്പെടുത്തട്ടെ. ഞങ്ങളെ ഉള്ളും പുറവും അല്ലാഹു നന്നാക്കി തരട്ടെ. അല്ലാഹു കാണുന്നു, അല്ലാഹു മാത്രമല്ല വറസൂലുഹു, പരിശുദ്ധരായ റസൂലുള്ളാഹ്, മദീനയിലെ പച്ചക്കുപ്പക്ക് താഴെ ഉറങ്ങുന്ന റസൂലുള്ളാഹ് ഇതെല്ലാം കാണുന്നുണ്ട്. ഞങ്ങളെ നഗ്നനേത്രങ്ങൾക്ക് മുമ്പിൽ അവർ മറിഞ്ഞുപോയെങ്കിലും സത്യം പറയട്ടെ, അവരൊന്നും ഞങ്ങൾക്ക് അന്യരല്ല, എല്ലാം അവർ കാണുന്നുണ്ട്. ആയിട്ടില്ല വൽ മുഅ്മിനൂൻ വൽ മുഅ്മിനൂൻ. ഞാൻ ഓതിയത് ഖുർആനാണ്, വാറോലയല്ല, രാക്കഥ പാടിയതല്ല, ഡിങ്കന്റെ കഥ പറഞ്ഞതല്ല, ഇല്ലാത്തതല്ല, പരിശുദ്ധ ഖുർആനാണ്. വൽ മുഅ്മിനൂൻ, ഞങ്ങളുടെ നാട്ടിൽ അന്തി ഉറങ്ങുന്ന നല്ലവരിൽ നല്ലവരായ മഹാനരായ ഷഹീദ് വലിയുള്ളാഹി അല്ലേ, ഷഹീദ് അറബി വലിയുള്ളാഹി തങ്ങളെ പോലെയുള്ള അൽ മുഅ്മിൻ. അൽ മുഅ്മിൻ ചെല്ലെങ്കിൽ എല്ലാ മുഅ്മിനും അല്ല, അൽ മുഅ്മിൻ ചെല്ലെങ്കിൽ അത് നല്ലൊരു മുഅ്മിനാണ്. അതായത് ഓരെ പോലത്തെ ആ കിടക്കുന്നവരെ പോലത്തെ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് മാത്രം ജീവിച്ചിട്ട് അതേ കോലത്തിൽ മരിച്ചിട്ട് പോയോ? ഞങ്ങ ദുനിയാവിന് വേണ്ടി ജീവിച്ചിട്ട് എങ്ങനെങ്കിലും മരിച്ചിട്ട് പോകാൻ പറ്റും അല്ലേ അല്ലേ അല്ലേ? നിങ്ങന്താ അയാളെ നോക്കുന്നത്? നിങ്ങൾ എന്നെ നോക്കി, ഞാനല്ലേ കേട്ടനെ. അയാൾക്ക് പേടിയാന്ന് ചൊല്ലി നോക്കാം, അയാളെ നോക്കുന്ന അയാൾ. പണ്ട് ഏതോ ഒരു ക്ലാസ്സിൽ മാഷ് കേട്ടല്ല, ഭാര്യമാരെ പേടിയില്ലാത്ത ആര് നിൽക്കുന്നു. നോക്കുമ്പോ ആരും എണിക്കുന്ന കാണുന്നില്ല. എല്ലാരും നിന്ന്. അപ്പൊ നിങ്ങൾക്ക് ആർക്കും മാപ്പിളുടെ പേടിയില്ലല്ലേ? പേടിയുണ്ടല്ലേ? പേടിയുള്ളവർ അരി നിൽക്കുന്നു. അപ്പൊ പേടിയുള്ളവരെല്ലാരും ഒരാൾ മാത്രമേ ഇരുന്നില്ല. അപ്പൊ ഈ ക്ലാസ് എടുക്കുന്ന വിചാരിച്ച് ഓന് ഓളെ പേടിയൊന്നും ഇല്ല, ആണുമോ? അപ്പൊ ഓനില് കേട്ട് നിങ്ങ അങ്ങനെ വരച്ച വരയിൽ നിർത്തണമെന്തോ അല്ലേ? അപ്പൊ ഓൻ ചെല്ലാൻ പറഞ്ഞ നിക്കണ വേണ്ടി നമുക്ക് ഓളിൽ കേൾക്കണോ? സംഗതി നിന്നോരെ കാട്ടിയും പേടിയുള്ളവന് എന്ന പോലെ നിങ്ങൾ ആരും പേടിക്കണ്ട, നിങ്ങൾ എന്നെ നോക്കിയെങ്കിലേ അള്ളാഹു ഞങ്ങൾ ഈ ഒരുമിച്ച് കൂടിയതിനേക്കാളേറെ ചന്തത്തില് നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഹിസാബില്ലാതെ ഒരുമിച്ച് കൂട്ടി തരട്ടെ. ഹബീബ് റസൂലുള്ളാഹി ഞങ്ങളെ ശഫാഅത്തിലാക്കി തരട്ടെ. ഈമാനോട് അള്ളാഹു ഞങ്ങളെ സലാമത്താക്കട്ടെ. ഞങ്ങളെ പരിപാടി കൊണ്ട് അള്ളാഹു ഞങ്ങൾക്ക് ഉപകാരം നൽകട്ടെ. അപ്പൊ ഈ മഹാന്മാരെല്ലാം കാണുന്നുണ്ട്. ഈ കിടക്കുന്ന ഷഹീദ് അറബി വലിയുള്ളാഹി തങ്ങളെ പോലെയുള്ള ലോകത്തിന്റെ മുക്കുമൂലകളിലായി അഷ്ടദിക്കുകളിലായി ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടവരുമായിട്ടുള്ള നല്ലവരായ സ്വാലിഹീങ്ങള് ഔലിയാക്കൾ അവരെല്ലാവരും ഇത് കാണുന്നു. ആ ഒരു ബോധത്തോടെ വേണോ എങ്ങനെങ്കിലും വന്നിട്ടിരിക്കണ്ട, എങ്ങനെങ്കിലും നടന്നിട്ട് സമയം കളയണ്ട, എങ്ങനെങ്കിലും ടൈം പാസ്സാക്കണ്ട. ഇതല്ലാഹ്ക്ക് വേണ്ടിയിട്ടുള്ള അമലാണ് എന്ന ബോധത്തോടെ ഇരിക്കണേ. അല്ലാഹു കബൂല് ചെയ്യട്ടെ. ഇരിക്കട്ടെ. നോട്ടീസിൽ കണ്ടതുപോലെ ഞങ്ങളെ ഇന്നത്തെ വിഷയം മക്കളെ കുറിച്ചാണ്. പടച്ച റബ്ബിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്, ഏറ്റവും വലിയ നിയമത്താണ് മക്കൾ എന്നത് മേലായ റബ്ബ് തന്ന ഏറ്റവും വലിയ നിയമത്ത്. ഞങ്ങൾ ഒരാളെ കണ്ടെങ്കില്, ഞാൻ നിങ്ങളെ കണ്ടെങ്കില്, നിങ്ങൾ എന്നെ കണ്ടെങ്കില് ആദ്യമായിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു പിന്നെ കേൾക്കുന്നത് തടിക്കെല്ലാം സുഖല്ലേ അല്ലേ അല്ലേ, റാഹത്തല്ലേ, അങ്ങനെ കേൾക്കലില്ലേ? ഇല്ലേ? കേൾക്കും. പിന്നെ കേൾക്കുന്ന എന്താ പറഞ്ഞാ ബാങ്ക് ബാലൻസ് കാനറ ബാങ്കിൽ എത്ര ഉണ്ടെന്നല്ല, മക്കെത്ര അല്ലേ അല്ലേ.
മക്കത്തിനെന്ന് കേൾക്കുന്നതല്ലേ? അങ്ങനെ കേൾക്കണ്ടേ? കാരണം എന്താ പറയാ, മക്കളാണെല്ലാം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, അവർ വലിയ നിയമത്താണ്. ഒരു കുഞ്ഞിക്കാലെ കാണാൻ ആഗ്രഹിക്കാതെ പോയ, പ്രാർത്ഥിക്കാതെ പോയ ഒരൊറ്റയാളും ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല. നല്ലവരായ പ്രവാചകന്മാർ പോലും അള്ളാന്റെ ലോകം കണ്ട ഏറ്റവും വലിയ മഹാന്മാരാണല്ലോ. മഹോന്നതരായ മഹാന്മാരാണല്ലോ അള്ളാഹുവിന്റെ ഔലിയ, അള്ളാഹുവിന്റെ അമ്പിയാക്കൾ, നബിമാർ. അവരിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടവരാണ് ഇബ്രാഹിം നബിയെ പോലെയുള്ളവർ, സക്കരിയ നബിയെ പോലെയുള്ളവർ. അങ്ങനെയുള്ള നബിമാർ മേലായ റബ്ബിനോട് രാപ്പകലില്ലാതെ തേടിയിട്ട് ആവശ്യപ്പെട്ട കാര്യം എന്തറിയോ? പടച്ച റബ്ബേ, നീണ്ട ആയുസ് നൽകണേ അല്ലാ എന്നല്ല. പല കാര്യങ്ങളും അവർ ചോദിച്ചിട്ടുണ്ടെങ്കിലും പരമപ്രധാനമായി, ഏറ്റവും ആദ്യമായി, മുഖ്യമായി നല്ലവരായ മനുഷ്യർ അള്ളാഹിനോട് ചോദിച്ച് ആവശ്യപ്പെട്ടത് എന്തറിയോ? റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. പടച്ച റബ്ബേ, നല്ലവനായ ഒരു കുഞ്ഞിന്, സ്വാലിഹീങ്ങളിൽപ്പെട്ട ഒരു കിടാവിന് എനക്ക് നീ താ അല്ലാ. ഇബ്രാഹിം നബിയുടെ ദുആയാണ്, നല്ലവരുടെ ദുആയാണ്. സക്കരിയ നബി അലൈഹിസ്സലാം മറിയം ബീബി റളിയല്ലാഹു തആല അൻഹ ഇരിക്കുന്ന സ്ഥലത്തേക്ക് കയറിയപ്പോ, അവിടെ ചെന്ന് നോക്കിയപ്പോ മറിയം ബീവിയുടെ രക്ഷകനാണ്, പരിപാലകനാണ്, പിന്നെ രക്ഷകർത്താവാണ് സക്കരിയ നബി. മറിയം ബീവിന്റെ മറിയം ബീവി സക്കരിയ നബിന്റെ മോളല്ല. സക്കരിയ നബിക്ക് മക്കളില്ല. മറിയം ബീവിയുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് സക്കരിയ നബി അലൈഹിസ്സലാമാണ്. ഒരവസരം താൻ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന മറിയമായിരിക്കുന്ന സ്ഥലത്തേക്ക് നോക്കിയപ്പോ, ആ ഭാഗത്തേക്കൊന്ന് കയറിപ്പോയപ്പോ, ആ മിഹ്റാബിലേക്കൊന്ന് ചെന്ന് കയറിയപ്പോ, സുബ്ഹാനല്ലാഹ്, കുല്ലമാ ദഖല അലൈഹാ സക്കരിയൽ മിഹ്റാബ വജദ ഇൻദഹാ റിസ്ഖാ. അവിടെ ഇന്നോളം കാണാത്ത ഫ്രൂട്ട്സുകൾ കാണുകയാണ്. അവിടെ എന്ത് കാണുന്നെങ്കിലും അത് സക്കരിയ നബി കൊണ്ടുപോയിട്ട് കൊടുത്തതാണ്. വേറെ ഒരാൾക്ക് അവിടെ അലൗഡില്ല, വേറെ ഒരാൾക്ക് പ്രവേശനമില്ല. കാരണം അവർ പെണ്ണാണ്, അത് മറിയമയാണ്. കണ്ട അണ്ടനും അടകോടനും അവർ പോകാൻ പറ്റല. എന്ത് ആവശ്യത്തിനും വെളിപ്പുറത്തുള്ളത് സക്കരിയ നബി അലൈഹിസ്സലാമാണ്. ആ സക്കരിയ നബി അലൈഹിസ്സലാം അവിടെ ചെന്ന് കയറിയപ്പോ അവിടെ അവിടെ സ്പെഷ്യൽ ആയിട്ടുള്ള മധുരമൂർന്ന ഒരുപാട് ഫ്രൂട്ട്സുകൾ കണ്ടു. പ്ലേറ്റിൽ വെച്ചിട്ട്, തളികയിൽ വെച്ചിട്ട് നല്ല ഒരുപാട് ഫ്രൂട്ട്സുകൾ, പഴവർഗ്ഗങ്ങൾ. അവിടെ എന്ത് ഒരു കാരക്കന്റെ കുരുവുണ്ടെങ്കിലും അത് സക്കരിയ നബി കൊണ്ടിട്ട് കൊടുത്തതാണ്. അല്ലാതെ വേറെന്തോ അവിടെ എത്താൽ ആ റൂമിലേക്ക് വേറെ ആരും കൊണ്ടിട്ട് കൊടുക്കുന്നുമില്ല, കൊടുക്കാൻ പാടുമില്ല, കൊടുക്കലുമില്ല, കൊടുത്തിട്ടുമില്ല. ഇപ്പൊ ഈ സക്കരിയ നബി അലൈഹി സ്വലാം പോയിട്ട് നോക്കുമ്പോ സക്കരിയ നബി അലൈഹി സ്വലാം കൊണ്ടിട്ട് കൊടുത്തിട്ട. ഇനി ഒരു വേള ആരെങ്കിലും കൊണ്ടിട്ട് കൊടുത്തു തന്നെ വെച്ചോ, അങ്ങനെ കൊടുക്കുന്നെങ്കിൽ ആ നാട്ടില് ആ സമയത്ത് ആ ഫ്രൂട്ട്സ് കിട്ടാൻ, അങ്ങനത്തെ ഫ്രൂട്ട്സ് ആണത്. മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം ഇത് കണ്ടു. ചെന്ന് കയറിയപാട് അത്ഭുതപ്പെട്ടുകൊണ്ട്, പരിഭ്രാന്തനായിക്കൊണ്ട് സക്കരിയ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് ചോദിച്ചു, മറിയമോ, ഖാല യാ മറിയമോ അന്നാ ലകി ഹാദാ, ഖാലത് ഹുവ മിൻ ഇൻദില്ലാഹ്. മറിയമോ, ഇത് എവിടെ നിന്നാണ്? ഇതാര് കൊണ്ടുവന്നതെന്നതാണ്? ഈ ഫ്രൂട്ട്സ് എവിടെ നിന്ന് കിട്ടി? ഇത് എങ്ങനെ വന്നിവിടെ എന്ന് ചോദിച്ചപ്പോ മറിയം റളിയല്ലാഹു അൻഹ പറഞ്ഞ മറുപടി, അള്ളാന്റെ വലിയത്തായ മറിയമാ, അള്ളാഹു വിലായത്ത് കൊടുത്തിട്ട് കറാമത്ത് കൊടുത്തിട്ട് ആദരിച്ച മറിയമാ, നല്ലവളായി ജീവിച്ചു മരണപ്പെട്ടു പോയ മറിയമാ. ആ മറിയം റളിയല്ലാഹു അൻഹ പറഞ്ഞു, അതെ, ഹുവ മിൻ ഇൻദില്ലാഹ്, ഇത് അല്ലാഹുവിന്റെ വക്കലിൽ നിന്നിട്ട് കിട്ടിയതാണ്, ആരും കൊണ്ടുവന്ന് തന്നതല്ല. സ്വർഗത്തിന്റെ പടവർഗ്ഗങ്ങളാണ്, മേലായ റബ്ബ് ഇറക്കിയതാണ്, എനിക്ക് വേണ്ടി മാത്രം പരിഗണിച്ചിട്ടല്ല തന്ന വിഭവങ്ങളാണ്. ആ മഹാന്മാർക്ക് അങ്ങനെ ഉണ്ടാവും. നമുക്കിടെ മനുഷ്യന്മാർ പൈസ കൊടുത്തൊന്നും തരുന്നില്ല, അല്ലേ? പക്ഷെ അള്ളാന്റെ മഹാന്മാർക്ക് അവർ പൈസ കൊടുക്കണമെന്നില്ല, മനുഷ്യന്മാരിലേക്ക് കൊടുക്കണമെന്നില്ല. കനിയില്ല കാലം നീയേ കൊടുത്തോവർ കരിഞ്ഞാമാരത്തുമ്മൽ കായാ നീറച്ചോവർ. ഇത് എവിടെ നിന്നാണ്? ഇത് അള്ളാന്റെ വക്കൽ നിന്ന്, ഇത് അള്ളാന്റെ വക്കലിൽ നിന്ന്, മേലായ റബ്ബിന്റെ വക്കലിൽ നിന്നിട്ട് അവൻ സ്പെഷ്യലായിട്ട് ഇറക്കിയതാണ് എന്ന് പറഞ്ഞിട്ടാകുമ്പോ സക്കരിയ നബി എന്ത് ചെയ്തറിഞ്ഞ ഞമ്മന്താ കട്ടിയ ഞമ്മ റൂമിലേക്ക് കയറിയിട്ടാകുമ്പോ സ്പെഷ്യൽ ഫ്രൂട്ട് കാണും.
അപ്പൊ കേട്ടു ഉസ്താദ് ക്യാ ഹേ ഇതെടുന്നു കിതർ ഹേ അത് അങ്ങനെ ചെല്ലിട്ട് തീരുവിന് പിന്നെ 4 ബായിൻ്റെ പോലെ നിങ്ങൾ ശരിക്കും ഡൗട്ടുണ്ട് ഇടക്കിടക്ക് അങ്ങനെ വായിക്കിടുന്നതല്ലേ ഇപ്പൊ ഉറപ്പാണ്. പക്ഷെ സക്കരിയ നബി എന്താക്കി അറിഞ്ഞ ഏതായാലും പിന്നെ മറിയം ബീബി റളിയല്ലാഹു തആല അന്നോട് ചോദിച്ചിട്ടാകുമ്പോ സംഗതി മനസ്സിലായി. മനസ്സിലായപ്പോ സക്കരിയ നബിക്ക് ഒരു കാര്യം ഉറപ്പായി, എന്തെന്ന്? അള്ളാഹുവിന്റെ അടുക്കൽ നിന്നിട്ട് ഡയറക്റ്റായി, ഇൻഡയറക്റ്റ് ആയിട്ടല്ല, മേലായ റബ്ബിന്റെ അടുക്കൽ നിന്ന് മഹദിയുടെ കറാമത്ത് കാരണമായി അവരെ ആദരിച്ചതിന്റെ ഫലമായി മേലായ റബ്ബ് സ്വർഗത്തിൽ നിന്ന് ഇറക്കിയതാണ് ആ ഭക്ഷണം. ഈ സക്കരിയ നബിക്ക് ഒരു കാര്യം മനസ്സിലായി, മറിയം ചെറിയ ആളല്ല, ഈ സ്ഥലം ചെറുതല്ല. കാരണം ഇതെല്ലാ ജാഗലും കണ്ടിട്ടില്ല. മറിയമ്മമാർ വേറെയും കുറെ നാട്ടിലുണ്ട്, കുബറമാറുണ്ട്, നസീമമാറുണ്ട്, കോക്കറാജുണ്ട്, മുഹമ്മദാജുണ്ട്, ഹനീഫുണ്ട്, നിസാമിമാർ കുറെ ഉണ്ട്. പക്ഷെ ആടല്ല റൂമിൽ ഇത് കണ്ടിട്ടില്ല. മറിയമ്മ എന്ന മഹദിയുടെ ചാരത്ത്, അതും അവരുടെ മിഹ്റാബിന്റെ അടുക്കൽ. ഇത് കണ്ടപ്പോ സക്കരിയ നബി അലൈഹി ഇസ്ലാം എന്താക്കി അറിഞ്ഞ, പ്ലീസ് ഒന്ന് തരുമോന്ന് അറിഞ്ഞിട്ട് വായിക്കിട്ടതല്ല, ഒന്ന് ഞാൻ കൊണ്ടോട്ടാന്ന് അറിഞ്ഞിട്ട് കേട്ടതുമല്ല. സക്കരിയ നബിന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒരു വിഷമുണ്ട്, ഒരു ബേജാർ. കുറെ കാലായ എന്തറിഞ്ഞ കിടായില്ല, മക്കളില്ല. മഹാനായ സക്കരിയ നബിക്ക് മക്കളില്ല. നല്ല സ്ഥലമാണെന്ന് മനസ്സിലാക്കിയപ്പോ, അള്ളാന്റെ റഹ്മത്ത് ഇറങ്ങുന്ന മെഹ്റാബാണെന്ന് തിരിഞ്ഞപ്പോ, നല്ലവരും നല്ലവരായ അള്ളാന്റെ വലിയത്തായ മറിയമയാണ് ഇവിടെ നിൽക്കുന്നത്, ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോ, ഇവിടെ ദുആരെന്നാൽ ഉത്തരം ഉറപ്പാണെന്ന് മഹാനർക്ക് ബോധ്യപ്പെട്ടു. നല്ല ജാഗല് ദുആരെന്നാൽ അങ്ങനെയാണ്, നല്ലവരെ ഹളറത്തിലും ദുആരെന്നാൽ അങ്ങനെയാണ്. ഇത് അതുകൊണ്ട് തന്നെയാണ് അറബി ഷഹീദ് വലിയുള്ളാഹി തങ്ങളെ ചാരത്ത് പോയി ഞങ്ങൾ സിയാറത്ത് ചെയ്യുന്നത്. പുറത്തു പോയിട്ട് ദുആരക്കുന്നതിനേക്കാളേറെ പരലുള്ളിൽ പോയിട്ട് അള്ളാഹിനോട് തേടുന്നതിനേക്കാളേറെ ഉത്തരത്തിന് ഏറ്റവും കടപ്പെട്ട ദുആ, ഉത്തരം കിട്ടാൻ ഏറ്റവും കൂടുതൽ അർഹതപ്പെട്ട ദുആ മഹാന്മാരുടെ ചാരത്തുള്ള ദുആ. കാരണം അത് റഹ്മത്തിന്റെ ഇടമാണ്, അത് അല്ലാഹുവിന്റെ കാരുണ്യം ഇറങ്ങുന്ന മണ്ണാണ്, അല്ലാഹുവിന്റെ കറാമത്ത് ചൊരിയുന്ന മണ്ണാണ്. മറിയം റളിയല്ലാഹു അൻഹ അത്തരക്കാരിയാണെന്ന് മനസ്സിലാക്കിയപ്പോ സൗണ്ട് കൂടിനാ എന്തേ? അതപ്പുറപ്പുറം ബിൽഡിംഗ് ആയതുകൊണ്ടാണ്. നിങ്ങൾ സഹിച്ചേ പറ്റൂ, നിങ്ങൾ ക്ഷമിച്ചേ പറ്റൂ. എന്ത് നിവൃത്തിയില്ല. പിന്നെ എനിക്ക് കുറക്കാൻ ചെല്ലെങ്കിൽ ഇങ്ങനെയുണ്ട്, ചിലപ്പോ തൊട്ടെങ്കിലും പെടക്കാൻ ഏർപ്പാടുണ്ട്. അങ്ങനെയുണ്ട്. ഇനി എന്തെങ്കിലും അപ്പുറപ്പുറം ആക്കിറാൻ ചിലപ്പോ തൊട്ടുന്ന അങ്ങനെ കാലക്കേട്ട ഒരു വേള അപ്പുറപ്പുറം ആയിനെ കണ്ടെങ്കിൽ പിന്നെ ചെല്ലണം. നിങ്ങൾ എന്തെങ്കിലും ആയും മസാരില്ല പോട്ടും ചെല്ലോ, ഓൻ ആരാക്കിൻ്റെ എന്തെങ്കിലും ഇങ്ങോ ഉള്ള പോലെ ഇരിക്കട്ടെ. ഏതായാലും കുളിപ്പിച്ചിട്ട് കിടാനോ കൊല്ലണ്ട, പൗഡർ ഇട്ടിട്ട് കടത്തി ഉറങ്ങട്ടെ. എന്തേ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കണ്ട. അള്ളാഹു നബി വിചാരിച്ചിട്ട് എന്നെ നോക്കി, നിങ്ങൾക്ക് എന്തോ ശബ്ദത്തിന്റെ കുറച്ച് എന്തോ അസ്വസ്ഥത ഉണ്ട്. അങ്ങനെ ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അല്ല, കുറച്ച് ആൾക്കാർക്ക് ഉണ്ട്. അത് ഈ ബിൽഡിങ്ങിന്റെ മിസ്റ്റേക്ക്. അപ്പുറം ബിൽഡിംഗ് ആകുമ്പോ അത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഈ സൗണ്ട് കറങ്ങുന്നത് കൊണ്ട് പിന്നെ ഇനി കുറച്ചിറാൻ ചിലപ്പോൾ നമുക്ക് കുറച്ചങ്ങ് ബുദ്ധിമുട്ടാണ്. നമുക്ക് നാളെയും മറ്റന്നല്ല ഈ നിങ്ങളെ ക്ലാസ്സും ഉണ്ട്, ദർസ് ഉണ്ട്, ഉസ്താദിന് ഇമാമത്തും കാര്യമില്ല. ഓറെപ്പോഴും ഐക്യന്റെ മുമ്പിൽ തന്നെയല്ലേ. ഇതൊക്കെ ബി റഹിമി ഉസ്താദ് അയാൾ മുഞ്ഞാതെ നോട്ടീസിൽ കാണുന്നു, ഇന്ന് പയ്യപ്പം കാണുന്നു. ഓർക്കെല്ലാം പരിപാടിയും കാര്യങ്ങളെല്ലാം നമുക്ക് ആ സൗണ്ട് ഒന്ന് ചന്തായെങ്കിൽ വലിയ റാഹത്ത്. പൈസ നല്ലോണം കിട്ടണമെന്നൊന്നുമില്ല, അതൊരു 15 രൂപ കിട്ടിയാൽ മതിയാ. എന്തായി ആളെ ക്ലിപ്പ് വരുവാ, ക്ലിപ്പ് വരും. ഞാൻ തമാശ പറഞ്ഞേ, നിങ്ങൾ കാര്യാക്കണ്ട. ഏതായാലും നല്ല ജാഗയെന്ന് സക്കരിയ നബിക്ക് മനസ്സിലായപ്പോ, മറിയം ബീബി റളിയല്ലാഹു അൻഹ നല്ലവളാണ് എന്ന് തിരിഞ്ഞപ്പോ, കറാമത്തുള്ള പെണ്ണാണ്, അള്ളാന്റെ വലിയത്താണെന്ന് ബോധ്യപ്പെട്ടപ്പോ സക്കരിയ നബി ചെയ്ത പണി എന്തറിഞ്ഞ, ആ സ്ഥലത്ത് വെച്ചിട്ട് അള്ളാഹുടെ ദുആരുന്നു, പടച്ച റബ്ബേ ഹുനാലിക ദആ സക്കരിയ റബ്ബഹു. അവിടെ വെച്ച് പരിശുദ്ധമായ സ്ഥലത്ത് വെച്ച് അള്ളാന്റെ റഹ്മത്താകുന്ന ബർക്കത്താകുന്ന കറാമത്താകുന്ന സംഗതി പെയ്തിറങ്ങിയ ആ സ്ഥലത്ത് വെച്ച്, അള്ളാന്റെ വലിയത്തുള്ള മറിയം ബീവിയുള്ള സ്ഥലത്ത് വെച്ച് സക്കരിയ നബി തന്റെ മനസ്സിന്റെ ആഗ്രഹം അല്ലാഹുവോട് പറഞ്ഞു, തന്റെ മനസ്സിന്റെ വേദന അല്ലാഹുവോട് പറഞ്ഞു. പടച്ചോനെ, ഖാല റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ തയ്യിബാ ഇന്നക സമീഉദ് ദുആ. നീ നല്ലൊരു കിടാവിനെടുക്കതാ അല്ലാഹ്, ഇതേപോലത്തെ ഒരു പ്ലേറ്റ് ഫ്രൂട്ട്സ് നല്ല എന്നെ ഇങ്ങനെ ആക്കിയെന്നല്ല, ഇതിനേക്കാളും വലിയ ആളാണ് സക്കരിയ നബി. വേറൊന്നും കേട്ടിട്ടില്ല. ഇടക്കൊരു കുഞ്ഞിക്കാല് താ അല്ലാഹ്, ഒരു കിടാവിനെ താ അല്ലാഹ്,
ഒരു പൈതലിനെ താ അല്ലാ. കാരണം അതാണ് ഏറ്റവും വലിയ സമ്പത്ത്, അതാണ് ഏറ്റവും വലിയ നിയമത്ത്. അങ്ങനെ ഇരിക്കെ ആ നല്ല സ്ഥലത്ത് വെച്ച്, അള്ളാന്റെ വലിയ തിരിക്കുന്ന സ്ഥലത്ത് വെച്ച്, അള്ളാവിന്റെ ഔലിയാക്കന്മാരെ കറാമത്ത് നടക്കുന്ന സ്ഥലത്ത് വെച്ച് ദുആരന്നപ്പോ പടച്ച റബ്ബ് ഉത്തരം ചെയ്തു. വനാദതുൽ മലായികതു വഹുവ ഖായിമു യുസല്ലി ഫിൽ മിഹ്റാബി അന്നല്ലാഹ യുബശ്ശിറുക ബിയഹ്യാ. വിഷമിക്കണ്ട, ആഗ്രഹം പോലെ, ആശ പോലെ, നിങ്ങളെ മനസ്സിന്റെ വലിയ കൊതി പോലെ നിങ്ങൾക്ക് ഞാനൊരു കിടാവിനെ തരാ. യഹ്യാ എന്നാണ് കുഞ്ഞിനെ തരാ. പടച്ച റബ്ബ് ആണ് കിടാവിനെ കൊടുത്തു. ഞാനിത് പറഞ്ഞതിനറിഞ്ഞ നല്ലവർ പോലും അല്ലാഹുവിനോട് പ്രാർത്ഥിച്ച് ചോദിച്ചത് മക്കളെ താ അല്ലാ. ഞങ്ങളോടും അല്ലാഹു പറഞ്ഞത് എങ്ങനെയാണ്? നിങ്ങളും അങ്ങനെ ദുആരക്കാണോ? വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. മുഅ്മിനീങ്ങൾ എപ്പോഴും ദുആരക്കേണ്ട ദുആ, മുഅ്മിനീങ്ങളുടെ അടയാളമായി, മുഅ്മിനീങ്ങളെ സിംബളായി പടച്ച റബ്ബ് പറഞ്ഞ ദുആ എപ്പോഴും ദുആരക്കണോ? ഏതാണ് ആ ദുആ? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ. പടച്ച റബ്ബേ നീ ഞങ്ങൾക്ക് തരണമല്ലാ മിൻ അസ്വാജി